ഞാൻ പരിസ്ഥിതിയുമായിട്ട് ഇപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് അങ്ങനെ ഒരു സുവോളജി പഠിക്കുകയോ എൻവയോൺമെൻറ്റൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഇതുപോലെ ഗാഡ്ഗിൽ റിപ്പോർട്ട് പത്രത്തിൽ വായിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ഇതിൽ ആദ്യമായിട്ട് എനിക്കിതിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് ആദ്യമായിട്ട് വായിക്കുന്നത് ഞാൻ റിവേഴ്സൽ സെൻറ്റർ, നേരത്തെ പറഞ്ഞ ഡോക്ടർ ലതയുടെ റിവേഴ്സൽ സെൻറ്ററിൽ കുറച്ച് നാൾ ജോലി ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ തന്നൊരു അസൈൻമെൻ്റ് ആയിരുന്നു. ആ സമയത്ത് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തിരുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ സംക്ഷിപ്തം മലയാളത്തിലേക്ക് ഒരു കുറിപ്പായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ആദ്യമായിട്ട് വായിക്കുന്നത്. അതിനുശേഷം കൂടുതലും വിക്കിപീഡിയ അല്ലെങ്കിൽ ടെക്നോളജി ഡൊമൈനിലാണ് കൂടുതലും ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് ശാസ്ത്രകാര്യ പരിഷത്തിൻ്റെ IT സബ് കമ്മിറ്റിയുടെ ഒരു അംഗം കൂടിയായിരുന്നു. അപ്പോൾ ഗാഡ്ഗിൽ വിഷയം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സമയത്താണ് ശാസ്ത്രകാര്യ പരിഷത്ത് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് മലയാളത്തിൽ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് പുസ്തകമായിട്ട് അവർ അടിച്ചിറക്കി. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൽ കൂടുതൽ ചർച്ചകൾ നടത്തുകയും ഒരു പ്രത്യേക ഒരു സാഹചര്യം, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാവുകയും എല്ലാ മുന്നണികളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നൊരു സിറ്റുവേഷൻ നിൽക്കുന്നൊരു സമയത്തായിരുന്നു അത്. അപ്പോൾ നമ്മൾ തലേ ദിവസം പരിഷത്തിലെ ആളുകളുമായിട്ട് സംസാരിക്കുകയും പരിഷത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അപ്പോഴും ആളുകളെല്ലാവരും ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഒരാൾ പോലും ഇത് വായിച്ചിട്ടില്ല. പത്രത്തിൽ കാണുന്ന വാർത്തകൾ വെച്ചിട്ടാണ് പലപ്പോഴും റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ ഇംഗ്ലീഷ് MOEFൻ്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമെങ്കിലും അത് മലയാളത്തിൽ ലഭ്യമായാൽ മാത്രമാണ് അത് എല്ലാവർക്കും വായിക്കാൻ പറ്റുള്ളൂ. പരിഷത്ത് അതിൻ്റെ ഒരു അടിയന്തര പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് പിറ്റത്തെ ദിവസം രാവിലെ തന്നെ പരിഷത്തിൻ്റെ വെബ്സൈറ്റിൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അവർ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഏതാണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറിനുള്ളിൽ പരിഷത്തിൻ്റെ സെർവർ ഡൗൺ ആവുന്ന രീതിയിലുള്ള ട്രാഫിക്കാണ് അതിൽ വന്നത്. അപ്പോൾ അത്രയ്ക്കധികം ആളുകൾക്ക് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആക്സസ് ടു നോളേജ് അല്ലെങ്കിൽ വിജ്ഞാനം എല്ലാവർക്കും ലഭ്യമാകണം എന്നുള്ളൊരു ഡൊമൈനിലാണ്. അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ആളുകൾ ഇത്രയധികം ഡിമാൻഡ് ചെയ്യുന്നൊരു സാധനം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവൈലബിൾ ആവുന്നില്ല എന്നുള്ളത് ഒരു നമ്മുടെ മുന്നിലുള്ള ഒരു സാമൂഹിക പ്രശ്നമാണ്. അതായത് സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അതിനുശേഷം ഞാൻ കൂടുതലും ഈ റിവേഴ്സൽ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്കൂൾ ഫോർ റിവർ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും സിറ്റിസൺ സയൻസ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റി മോണിറ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഇടപെടൽ നടത്തി വരുന്ന സമയത്ത് പിന്നീടാണ് 2015 ക്വാറിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വർക്ക്ഷോപ്പ് സലിമലി ഫൗണ്ടേഷനും കോസ്റ്റ് ബോർഡിൽ വെച്ച് ദത്ത് സാറൊക്കെ മുൻകൈയെടുത്ത് സജീവ് സാറൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് ക്വാറിയിങ് നടക്കുന്ന പ്രദേശത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ക്വാറിയിങ് എങ്ങനെ നമുക്ക് ജനകീയമായിട്ട് മാപ്പ് ചെയ്യാം. അപ്പം അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഗാഡ്ഗിലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസാദ് സാറൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഡിവൈസൊക്കെ കൊണ്ടുവന്ന് എങ്ങനെ ഒരു GPS പോയിന്റ് എടുക്കാം, ആളുകൾക്ക് അത് ട്രെയിനിങ് കൊടുക്കുന്നു, നമ്മൾ ഫീൽഡ് വിസിറ്റ് പോകും. അന്നാണ് ആദ്യമായിട്ട് ഞാൻ ഗാഡ്ഗിലിനെ പരിചയപ്പെടുന്നത്. പക്ഷെ അന്നുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഞാൻ ഈ വിക്കിപീഡിയയുടെ ഒരു സാധ്യത എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻഫോർമേഷനുകളും പൊതുവായിട്ടുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആവുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം, അത്തരത്തിലൊരു ഡിസ്കഷൻ ഉണ്ടാവുകയും അതിൽ വളരെ സന്തോഷം ഉണ്ടായൊരു കാര്യം അടുത്ത വർഷം, എല്ലാ വർഷത്തിലും ഗാഡ്ഗിൽ കേരളത്തിൽ കുറച്ച് സമയം വന്ന് സ്പെൻഡ് ചെയ്യലുണ്ട്. അടുത്ത വർഷത്തിൽ ഗാഡ്ഗിൽ വന്നപ്പോൾ
അതൊരു വിക്കിപീഡിയ വർക്ക്ഷോപ്പ് നടത്തണം എന്നുള്ള തരത്തിലേക്ക് പുള്ളി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ഇപ്പം അന്ന് നമ്മൾ മലയാളത്തിൽ നമ്മൾ കുറേ വർക്കുകൾ ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും സ്പീഷ്യസുകളുടെ പേജുകൾ മലയാളത്തിൽ ഉണ്ടാക്കുന്നു, പരിസ്ഥിതി മൂവ്മെൻറ്റുകളുടെ പേജുകൾ, പ്ലാച്ചിമയുടെ അടക്കമുള്ള മൂവ്മെൻറ്റുകളുടെ പേജുകളൊക്കെ ഉണ്ടാക്കി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിൽ ഉള്ളടക്കം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു ആശയം എടുക്കുകയും പുള്ളി മറാഠി വിക്കിപീഡിയയിൽ ഒരുപാട് എഫേർട്ട്, ഗോവ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന സുബോധ് കുൽക്കർണി, ഇപ്പോഴും പുള്ളി അദ്ദേഹം വിക്കിപീഡിയ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഗാഡ്ഗിലിൻ്റെ ഒരു ശിഷ്യൻ കൂടിയാണ് സുബോധ് കുൽക്കർണി. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഗവേഷണം നടത്തി ഇത്തരത്തിലുള്ള വലിയ ജേർണലിൽ ഇതൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള പൊതുജനങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ അറിവ് ലഭ്യമാവുന്ന രീതിയിൽ അവരുടെ ഇത്തരത്തിലുള്ള ഗവേഷണ ഉള്ളടക്കങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ള തരത്തിലും, പ്രത്യേകിച്ചും ഇന്ത്യയിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ഉള്ളടക്കങ്ങൾ ഉണ്ടാവണം എന്നുള്ള തരത്തിലും ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ അവരുടെ കയ്യിലുള്ള ചിത്രങ്ങളായാലും വിവരങ്ങളായാലും അത് സ്വതന്ത്ര ലൈസൻസിലേക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു ഇന്ത്യ തലത്തിൽ ഞാൻ നോക്കുമ്പോൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടൊരു സ്പേസിൽ വർക്ക് ചെയ്തിരുന്നത് ഇന്ന് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു രംഗത്തേക്ക് സ്വയം മുന്നോട്ട് വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഗാഡ്ഗിലിനെ പോലുള്ള ഒരാളുടെ എഴുത്തും അത് ആ ഒരു ആശയം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വായിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇന്ത്യയിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്കിപീഡിയ മാതൃകയിൽ തന്നെയുള്ള ഒരു വിവരസംഭരണി ഉണ്ടാവണം. അവിടുത്തെ ജനങ്ങൾക്ക് അവിടെ ഒരു പുഴയിലുള്ള മലിനീകരണം ആയാലും അല്ലെങ്കിൽ അവിടെയുള്ള വയലിലെ ജൈവവൈവിധ്യം ആയാലും ഇതുപോലെ നഗരത്തിലുള്ള നമ്മുടെ ഇപ്പോൾ സൂലൊക്കെ ഉള്ള പോലത്തെ അവിടെയുള്ള ഒരു അർബൻ സ്പേസ് അല്ലെങ്കിൽ അവിടെയുള്ള മരങ്ങളുടെ ഒരു പച്ചലച്ചാർത്തായാലും അല്ലെങ്കിൽ കാട്ടിലുള്ള പലതരത്തിലുള്ള എക്കോസിസ്റ്റം ആയാലും ഇതൊക്കെ ഡോക്യുമെന്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സിസ്റ്റത്തിനെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിലുള്ള ഒരു ഒരു നോളജ് ബേസ് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. അദ്ദേഹം എപ്പോഴും NDSAP പോലെയുള്ള നാഷണൽ ഡാറ്റ ഷെയറിംഗ് ആൻഡ് ആക്സസിബിലിറ്റി പോളിസി, ഞാൻ വളരെ കുറച്ച് ആളുകളെ അതൊക്കെ ആ ഒരു പോളിസിയുടെ കാര്യമൊക്കെ എടുത്തിടുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഗാഡ്ഗില് പ്രത്യേകിച്ചും ഗവൺമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഇത് NDSAP പോളിസിയുടെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ലഭ്യമാകണം. അത് എല്ലാ സിസ്റ്റത്തിലും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു മെഷീൻ റീഡബിൾ ആയിട്ട് തന്നെ അവൈലബിൾ ആവണം എന്നുള്ള രീതിയിലൊക്കെയുള്ള ഒരുപാട് ശ്രമങ്ങൾ. കാരണം സർക്കാരിൻ്റെ പൊതുപണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ഇൻഫോർമേഷനും ഒരുപാട് ഡാറ്റയും നമ്മളിവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും പൊതുജനത്തിന് ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫർദർ റിസർച്ച് നടത്താനോ, പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് അതൊരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് പല മേഖലയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള വലിയൊരു ക്രൈസിസിൻ്റെ ഈ ഒരു സമയത്ത് എപ്പോഴും അതിനെ ഒരു ഡയറക്ഷനിൽ കൂടെ മാത്രം കാണുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള വിവര ശേഖരണം നടത്തുകയും അത് പലതരത്തിലുള്ള ഇൻഫോർമേഷനുകൾ ഗ്യാദർ ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഗാഡ്ഗിലെ നമ്മുടെ ഒരു ടോപ്പിക് അനുസരിച്ചുള്ള ജനതയും ജനാധിപത്യവും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അത്തരത്തിലൊരു അക്കാദമികപരമായിട്ടുള്ള ഒരു ബന്ധമല്ല, ഒരു പൊതുജനം അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് റീച്ചബിൾ ആയിട്ടുള്ള ഒരാളാണ്. നമ്മളൊരു ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മറുപടി കിട്ടുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആരും നമുക്ക് അങ്ങനെ മറുപടി തരാനൊന്നും മെനക്കെടാറില്ല. കാരണം അവരെ സംബന്ധിച്ച് പ്രയോറിറ്റീസ് ഒക്കെ വേറെ വേറെ കാര്യങ്ങളായിരിക്കും. അത് കുറച്ചും കൂടി അക്കാദമിക താല്പര്യത്തിലായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ്, ഒരു സിറ്റിസൺ സയൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബയോ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ നിലവിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനെയും ഗ്യാദർ ചെയ്തുകൊണ്ട് ഒരു നോളജ് ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്.
ഒരു വിക്കി പ്രൊജക്ട് വെസ്റ്റേൺ ഗാർഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ വേറെ ഭാഷയിലുള്ള വിക്കിപീഡിയ വോളണ്ടിയേഴ്സ്, പ്രത്യേകിച്ചും തമിഴ്നാട് ഈ ഒരു വെസ്റ്റേൺ ഗാർഡ് ബെൽറ്റിലുള്ള ഭാഷയിലുള്ള ആളുകൾ കൂടി നമ്മൾ യോജിച്ചുകൊണ്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോളജ്, അതിൻ്റെ നോളജ് ഗ്യാപ്പ് കണ്ടെത്തുകയും ആ നോളജ് ഗ്യാപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ, അത് പ്രത്യേകിച്ചും അക്കാഡമിക് ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ കൂടി കൊളാബറേഷനോടുകൂടി, അത് സുവോളജി ബോട്ടണി അല്ലെങ്കിൽ ഇതുപോലുള്ള സയൻസ് പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ ഒരു അക്കാഡമിക് ആക്ടിവിറ്റി കൂടി ആയിക്കൊണ്ട് വിക്കിപീഡിയയുടെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ബയോഡൈവേഴ്സിറ്റി ടാസ്ക് ഫോഴ്സ് തന്നെ ഉണ്ടാക്കി. അത് നമ്മൾ കുറേയധികം പുറത്തുനിന്നടക്കമുള്ള ഒരുപാട് ആളുകളുടെ സഹായം നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതിലൊരു പശ്ചിമഘട്ടത്തിലെ എല്ലാ ജീവജാലങ്ങളെ കുറിച്ചുള്ള പേജുകൾ വിക്കിപീഡിയയിൽ ഉണ്ടാവുകയും അതിൻ്റെ മാതൃഭാഷയിൽ അവൈലബിൾ ആവുകയും അങ്ങനെ ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അത് അടുത്ത തലം എന്നുള്ള രീതിയിൽ കൺസർവേഷനിലേക്കും പോളിസിയിലേക്കും ഒക്കെ എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്രയാണ് പറയാൻ. താങ്ക് യു.